വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സാന്ത്വനാഭിഷേകം എന്നാണ് ഈ ശുശ്രൂഷയുടെ ദൈവിക നാമം. കാര്യം ബൈബിള് നമ്മളെല്ലാവരും സാന്ത്വനാഭിഷേകത്തിൽ ദൈവത്തിൻ്റെ ആശ്വാസം കണ്ടെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളുടെ ദൈവമനസ്സും അതുതന്നെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്ത്വനം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. അപ്പം ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തി. ദൈവം വിശ്രാന്തി നൽകണത് ഒരു കാര്യം വാക്കുകൊണ്ടാണ്. ഇപ്പം ഐസയ 50:4 തിരുവചനം പറയും, ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകാൻ ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. വാക്ക് കൈമാറ്റത്തിന്, വാക്കിലൂടെ ദൈവത്തിൻ്റെ വിശ്രാന്തി വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൈവിക ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലുമൊക്കെ വിശ്രാന്തിയെക്കുറിച്ചാണ് പറയണത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് നിന്നെ കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തിൻ്റെ നടുവിലേക്ക്, തീരത്തേക്ക് അവിടുന്ന് നിന്നെ നയിക്കുന്നു, അവിടുന്ന് നിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതെല്ലാം വിശ്രാന്തിയാണ്. ഇപ്പം നമ്മൾ ടെൻഷൻ മാറി, വ്യഗ്രത മാറി, സങ്കീർത്തനം 23 ഓരോ വചനങ്ങളും 3, 23, 3, 23, 24 എല്ലാം തൻ്റെ ദൈവപൈതലിന് വിശ്രാന്തി നൽകുന്നതിനെക്കുറിച്ചാണ് ദൈവമനസ്സ് വ്യഗ്രത കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുനിശ്ചിതമായിട്ട് ഒരു ദൈവപൈതൽ ദൈവസ്നേഹത്തോടെ കർത്താവിനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക്
ഏത് സമയത്തും വിശ്രാന്തി ലഭിക്കും. ഇതുപോലെ എൻ്റെ പോലും മനസ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവികമായൊരു പദ്ധതി ഉണ്ടായതുപോലെ ഒരു സാക്ഷ്യം ഇപ്പം നമ്മൾ കേൾക്കാം. അതായത് അവരുടെ ജീവിതം ഇതുപോലെയാണ്. രണ്ട് സഹോദരൻ തമ്മിൽ വിവാഹം കഴിച്ചു, പക്ഷേ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല, വലിയ അടികലശലായി, അവർ പിരിഞ്ഞത് ഒന്നല്ല രണ്ടല്ല, അങ്ങനെ ഏതാണ്ട് 9 വർഷത്തോളം പിരിഞ്ഞ് താമസിപ്പിച്ചു. അവന് ഭർത്താവ് കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ വൈഫിനെതിരെ കേസ് കൊടുത്തു. അത് കേസ് ഹൈക്കോടതി വരെ എത്തി. അപ്പോൾ വൈഫ് എന്താ ചെയ്തത്? വൈഫ് വന്ന് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത്. ഉടമ്പടി പ്രാർത്ഥന എന്താണെന്നുള്ളത് ഈ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ദീപ. ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു. ഇവിടെ ഞാൻ വരാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. ഞാൻ ഭർത്താവായിട്ട് വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യമുള്ളായിരുന്നു, അമ്മേ, എനിക്ക് എൻ്റെ ജീവിതം എന്താണെന്ന് അമ്മ തന്നെ കാണിച്ചു തരണം, ഇനി മുന്നോട്ടുള്ള വഴി എന്താണെന്ന് അമ്മ തന്നെ കാണിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് ബന്ധം വേണമെന്നോ ഒന്നും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നില്ല. എനിക്കൊരു മുന്നോട്ടുള്ളൊരു ജീവിതം അത് എന്താണെന്ന് അമ്മ തന്നെ തീരുമാനിക്കാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കേസ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയും എനിക്ക് പുള്ളിയായിട്ട് ഒരിക്കലും യോജിച്ച് പോകേണ്ടെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബന്ധം വേർപെട്ട് കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതനുസരിച്ച് കോടതി ഞങ്ങളുടെ കേസ് നടത്തുകയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു ഹർജി കൊടുത്തുകൊണ്ട് ഈ ബന്ധം രണ്ടാമത് റീയൂണിയൻ ചെയ്യണമെന്നും പറഞ്ഞ് പുള്ളിക്കാരനൊരു ഹർജി കൊടുക്കുകയും അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരികയും ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അമ്മയുടെ ആഗ്രഹം ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു. ഞാൻ പോലും ആവശ്യപ്പെടാതെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിരുന്ന അമ്മ എൻ്റെ ജീവിതം എന്താണെന്ന് കാണിച്ചു തരണമെന്നായിരുന്നു. അതനുസരിച്ച് അമ്മ ഇതായിരുന്നു എൻ്റെ ജീവിതമെന്ന് അമ്മ കാണിച്ചു തരികയും അതനുസരിച്ച് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ ദീപ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിരുന്നത്. എന്നോട് പലരും ചോദിക്കും എന്താണ് ഉടമ്പടി എന്ന്. ശരിക്കും ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് ദൈവം നൽകിയ ഒരു കാരിസമാണത്, ഉടമ്പടി പ്രാർത്ഥന. അതായത് ബൈബിള് മുഴുവനും ഒരു ഉടമ്പടി പുസ്തകമാണ്. ദൈവം മനുഷ്യനോട് ഇടപെട്ട കാലങ്ങളിലെല്ലാം ആ ബന്ധം സാർത്ഥകമാക്കിയതും ശക്തമാക്കിയതും ഉടമ്പടിയിലൂടെയാണ്. അത് നോഹിൻ്റെ കാലത്തുണ്ട്, എബ്രഹാത്തിൻ്റെ കാലത്തുണ്ട്, മോസസിൻ്റെ കാലം വരുമ്പോൾ ആ ഉടമ്പടിക്ക് 2 ഘട്ടമായിട്ട് 2 ഘടന തിരിയുന്നുണ്ട്. അതായത് ദൈവം സീനായി മലമുകളിൽ നിന്ന് ആവശ്യപ്പെട്ടതെല്ലാം, കർത്താവ് ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റുവെന്ന് ഉടമ്പടി സീനായി മലയുടെ താഴ്വാരങ്ങളും ജനങ്ങൾ പറയും. അത് പുറപ്പാടിൻ്റെ 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലുണ്ട്. ശരിക്കും അമ്മയുടെ കാലം വരുമ്പോഴേ ഒരു കന്യ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് ദൈവം 3-ാമത്തെ ഉടമ്പടിയാണ് കർത്താവിൻ്റെ രക്ഷാകര മനുഷ്യാവതാരം ഇതൊക്കെ പരാമർശിച്ചുകൊണ്ട് ഐസയ്യ നൽകുന്നത്. മനുഷ്യാവതാരത്തിന് ശേഷം അമ്മ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണത്തിൽ വെച്ചാണ് ആദ്യ അടയാളം കാണിക്കുന്നത്. അവിടെയും അമ്മ പറയണത് ആ പഴയ 19:8 തന്നെയാണ്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് അതിൽ വിശുദ്ധീകരണമുണ്ട്, ശക്തീകരണമുണ്ട്. ദൈവം പറഞ്ഞിട്ടുള്ള മുഴുവൻ സമ്പൂർണ്ണ ബൈബിളിനെ നമ്മൾ കാച്ചിക്കുറുക്കി ജിസ്റ്റ് എടുത്താൽ 2 ഘടകമുണ്ടാകും. ഒന്ന് വിശുദ്ധീകരിക്കുക, ദൈവം ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ശക്തീകരണമെല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കേണ്ടതാണ്. അതാണ് നിയമാവർത്തനം 28:1 അങ്ങയുടെ വചനം പാലിച്ചാൽ നിൻ്റെ അപ്പക്കൊട്ടകൾ നിറയുമെന്ന് പറയുന്നതും ആലയിൽ ആട് അറ്റുപോകത്തില്ലെന്ന് പറയുന്നതും ഭൗതികമായ സമൃദ്ധി ഉണ്ടാവണമെന്ന് പറയുന്നത്. ഈ ഭൗതികമായ സമൃദ്ധി ഒരു പ്രധാനപ്പെട്ട ബൈബിൾ വിഷയമാണ്. ഭൗതിക സമൃദ്ധിയിലാണ് ഈശോ ആദ്യത്തെ അടയാളം എല്ലാം കാണിക്കുന്നത്. ആദ്യ അടയാളമായ കാനായിലെ കല്യാണം പോലും ഭൗതിക സമൃദ്ധിയാണ്. ഭൗതിക സമൃദ്ധി
എനിക്ക് 2 കാര്യങ്ങൾ വേണം. എന്താണ്? ഭൗതിക സമൃദ്ധി അഥവാ അനുഗ്രഹം ഉണ്ടാകണം എങ്ങനെയാണ്? ഒന്ന് കാലത്തിൽ, രണ്ടാമത് സ്ഥലത്തിൽ. ഒരു ഭൗതിക സമൃദ്ധി അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെങ്കിൽ 2 ഘടന വേണ്ട. ഒന്നെങ്കിൽ സ്ഥലം വേണം, രണ്ടാമത്തത് സമയം വേണം. ഈ സ്ഥലത്തിൻ്റെ മേലും അതുപോലെ തന്നെ സമയത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ ആ അധികാരം, ദൈവം കൊടുത്ത അധികാരത്തെ സമ്പൂർണ്ണമായിട്ട് സുവിശേഷ വിഹിതമായിട്ട് പ്രയോജനപ്പെടുത്തി വിശ്വാസ വിഷയമായി, പ്രാർത്ഥന വിഷയമായിട്ട് ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവിക ശക്തീകരണം സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി. സ്ഥലം എന്നിപ്പോൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, അതായത് നിൻ്റെ ഭൗതിക സാഹചര്യം, അതിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യണത് ആരാണ്? കാനായിലെ കല്യാണത്തിൽ തന്നെ ആ കാനായാണോ അനുഗ്രഹം നടത്തേണ്ടത്, ബെത്ലഹേമാണോ ഗലീലിയാണോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അമ്മയാണ് തീരുമാനിക്കുന്നത്. അമ്മയാണ് പറയുന്നത് കാനായിലാണ് ആദ്യം അത്ഭുതം നടക്കേണ്ടത്. സ്ഥലം നിശ്ചയിക്കണത് ആരാ? അമ്മയാണ്. സ്ഥലം നിശ്ചയിച്ച് കഴിയുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അതിൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ അടിസ്ഥാന ശിലയായ ആധാര സ്ഥലം നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത എന്താ? സമയമാണ്. അമ്മ പറയും എൻ്റെ സമയം ഇനിയും ആയില്ലല്ലോ എന്ന് പറയും. സമയമായില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ സമയവും നിശ്ചയിക്കും. ടൈം ആൻഡ് സ്പേസ് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഭൗതികമായ ആധാരമാണ് ഘടനകൾ. സമയവും നിശ്ചയിക്കും. പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ദൈവത്തിൻ്റെ ഭൗതിക അനുഗ്രഹ ഇടപെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയവും സ്ഥലവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഭൗതികമായ സാഹചര്യം നിർണ്ണയിക്കാനുള്ള സ്വയം നിർണ്ണായകമായ അധികാരമാണ് അമ്മ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യാവതാരത്തിൽ അമ്മ മികച്ച പങ്കാളിയായതുകൊണ്ടാണ്. അതായത് അമ്മ ദൈവത്തിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൽ മനുഷ്യൻ്റെ ഭൗതികമായ പങ്കാളിത്തം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് ഭൗതിക സാഹചര്യങ്ങളുടെ മേലെ അമ്മയ്ക്ക് അധികാരം കിട്ടുന്നത്. മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം നിശ്ചയിക്കാൻ, സമയം നിശ്ചയിക്കാൻ. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അമ്മയുടെ പ്രകാരം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ദൈവം ശക്തീകരിക്കപ്പെടും. അതാണ് ദീപയിലൂടെ ഇനി വരാൻ പോകുന്ന അനേകം സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഐസയ്യാ 18:1 പറയുന്നുണ്ട്. അതുതന്നെ അതുപോലെ തന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ 3:5 പറയുന്നുണ്ട്. കർത്താവ് സക്കേവൂസ് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഇന്നീ ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുന്ന ഈശോ പറയണത് സക്കേവൂസ് അനുതപിച്ച് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ അത് ഇന്നാണ്. അമ്മയുടെ അത് ഈശോയുടെ കാലം വന്നപ്പോൾ അനുഗ്രഹം ഇന്നായി, അത്രയും സ്പീഡായി. നാളെയല്ല, ജോഷുവയുടെ കാലത്ത് നാളെയായിരുന്നു അനുതാപത്തിന് അനുഗ്രഹം. ഈശോ അനുതാപത്തിന് പാപത്തിന് പശ്ചാത്താപം ചെയ്തിരുന്ന രക്ഷാകരമായ യുഗം വന്നപ്പോൾ ഈശോയുടെ നാമത്തിൽ ഇന്നായി. ഈശോ മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേലെ അമ്മയ്ക്ക് അധികാരം കിട്ടിയപ്പോൾ ഇപ്പോഴായി. അതാണ് സഭ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മണ്ഡസമയത്ത്, ഇപ്പോഴും അത് സഭയുടെ ഒരു വലിയൊരു വിശ്വാസമാണ്. അതായത് നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ അധികാരം കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴവർക്ക് വീഞ്ഞില്ല, അതാണ് അമ്മ പറയണത്, അവർക്ക് വീഞ്ഞില്ല. അതുകൊണ്ടാണ് ആ വീഞ്ഞ് ലഭിക്കാനുള്ള, അനുഗ്രഹം ലഭിക്കാനുള്ള നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, ആ സ്ഥലം അമ്മ ഫിക്സ് ചെയ്തു, ആ സമയം അമ്മ ഫിക്സ് ചെയ്തു. അമ്മയ്ക്ക് ഭൗതിക സാഹചര്യത്തിന് മേലുള്ള ദൈവികമായ അധികാരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വയം വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകം മക്കളാണ് ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടുന്നത്. സഭ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ദൈവതിരുസേനയെ വിശുദ്ധീകരിക്കുവാനും ദൈവതിരുസേനയിൽ ശക്തി പ്രാപിക്കുവാനും സ്ഥലവും സമയവും ദൈവത്താൽ ക്രമീകരിക്കപ്പെടാൻ ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും സഭയെ വിശുദ്ധീകരിക്കുവാനും കുടുംബങ്ങളെ ശക്തീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സുവിശേഷ സമീപനങ്ങൾ, സുവിശേഷ വിശ്വാസ സമ്പ്രദായങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.
ശക്തിയായി ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രൂപയെ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ശ്രമേർത്തി ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹാലേലു ഹാലേലു ഹാലേലൂയ ഹാലേലു ഹാലേലു ഹാലേലു. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഹാലേലു ഹാലേലു ഹാലേലൂയ. ഹാലേലു ഹാലേലു ഹാലേലൂയ. ഹാലേലു ഹാലേലു ഹാലേലൂയ ഹാലേലു ഹാലേലു ഹാലേലു. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അവിടുത്തെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഉണർവോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അരൂപിയേ 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 റൂഹായേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ സാക്ഷ്യത്തിൻ്റെ ശക്തി, ഈ സ്തുതിപ്പിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ ശക്തി സാക്ഷാൽ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ അനേക മക്കളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദൈവികമായ സൗഖ്യത്തിൻ്റെ സമയമാണ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അതിസാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന അതുല്യമായ ഒരു ആരാധനാ നിമിഷമാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും നമ്മുടെ സുവിശേഷ ശുശ്രൂഷയിൽ കേട്ടതുപോലെ കൊടിയ നൊമ്പരങ്ങളുടെ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം
മറ്റേത് സമയത്തേക്കാൾ സമീപസ്ഥമാണ് എന്നുള്ളത് സുവിശേഷ സത്യമാണ്. സകല സാഹചര്യങ്ങളിലെ ദൈവം പത്രോസ് നടുക്കടലിൽ മുങ്ങി താഴുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൈ, സഹായിക്കാനുള്ള കൈ അടുത്തടുത്ത് വരികയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. മുങ്ങിത്താഴുന്ന ഓരോ മനുഷ്യരും എന്നെ രക്ഷിക്കാനുള്ള രക്ഷകൻ്റെ കൈ, ഞാൻ പ്രളയത്തകപ്പെട്ട പ്രളയത്തെ പാറയാക്കിക്കൊണ്ട് അതിൻ്റെ പുറമേ നിന്നുകൊണ്ട് എൻ്റെ പ്രളയത്തിലേക്ക് അവൻ്റെ കൈ നീണ്ടു വരുന്നുവെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ധരിക്കേണ്ട, കർത്താവ് ജീവനോടെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യരും ധരിക്കേണ്ട സുവിശേഷമായ സത്യമാണ്. ഞാൻ പ്രളയത്തിൽ മുങ്ങിത്താഴാം. ചിലപ്പോൾ കടങ്ങളാകാം. ചിലപ്പോൾ കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഒരു മാർഗവുമില്ലെന്നാകാം. ഒരു മാർഗവും നിൻ്റെ മുമ്പിൽ വേണമെന്നില്ല. ദൈവം മാത്രം മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ അനേകം മക്കൾ, അവർക്ക് മുമ്പും പിറകും സൈഡിലും പാർശ്വങ്ങളിലും അവരെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ അപ്പോഴും അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്. ദൈവം തന്നെ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ദൈവം തന്നെ തരേണ്ടതാണ്. നിനക്ക് 50 ലക്ഷം കടമുണ്ട്, നിനക്ക് വായ്പ മേടിക്കാൻ പോലും ആരുമില്ല. എല്ലായിടത്തും ജപ്തി നടപടികളിരിക്കുന്ന വിഷയങ്ങളാണ്. നിനക്ക് എങ്ങോട്ട് പോകണമെന്ന് ആരോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ നിനക്ക് ദുഃഖത്തേക്കാൾ അപമാനകരമായ അവസ്ഥയാണ് ഉള്ളത്. പല കാര്യങ്ങളും കയ്യിലില്ല. അതിനാണ് ദൈവത്തിൻ്റെ ഉത്തരം വരണത്. ദൈവം തന്നെ, പരിശുദ്ധാത്മാവ് ദൈവം തന്നെ തരും. കർത്താവേ, ഞങ്ങൾ ഇപ്പോഴും വലിയൊരു സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. കർത്താവ്, ദൈവം തന്നെ തരേണ്ട, നീ തന്നെ തരേണ്ട അനേകം കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ജീവിത പങ്കാളിയായാലും, മക്കളില്ലാത്ത അവസ്ഥയായാലും, സാമ്പത്തിക കടമായാലും ദൈവം തന്നെ തരുമെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്, ഉടമ്പടി തുടങ്ങണത്, എബ്രഹാത്തിൻ്റെ രക്ഷാകരമായ ചരിത്രം തുടങ്ങണത്. കർത്താവ്, ആ ദൈവം തന്നെയാണ് ഹെബ്രായർ 13:8 ഇന്നും ജീവിക്കണത്. കർത്താവ്, ഞങ്ങൾ നിസ്സഹായമാകുമ്പോൾ, ഞങ്ങൾ രോഗാതുരമാകുമ്പോൾ, കർത്താവ്, അനേകം മക്കളിവിടെ അനേക രാജ്യങ്ങളിൽ ഇപ്പോഴും അങ്ങയുടെ തിരുവചനങ്ങൾ കേട്ട് കർത്താവ്, രോഗികൾ, പീഡിതർ, കർത്താവ്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞെരുങ്ങുന്നവർ, സാമ്പത്തിക സ്നേഹബന്ധത്തിൽ തകർന്നു പോയവർ, കർത്താവ്, ആശയില്ലാതെ, അടിസ്ഥാനമില്ലാതെ, കർത്താവ്, അവലംബമില്ലാതെ, കർത്താവ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്നെ തരുമെന്നുള്ള സുവിശേഷത്തിൻ്റെ ആദ്യ വാഗ്ദാനങ്ങൾ കർത്താവ് ഇപ്പോൾ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, അങ്ങയുടെ അടിയൻ അഭിഷിക്തം കർത്താവ്, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടുള്ള കർത്താവ്, നിന്റെ പീഡാനുഭവത്തിൻ്റെ, നിന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ്, അങ്ങനെ മക്കൾക്ക് അനുഭവിച്ച് കൊടുക്കണമേ. നിന്റെ തിരുമുറുപാടുന്ന് വളർത്തി കിടത്താൻ മക്കളെ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം അക്ഷരാർത്ഥത്തിൽ രോഗികളെ യേശുക്രിസ്തു അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ആരും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല, ആ ശ്വാസത്തെ വിശ്വാസപൂർവ്വം കടന്നു വരുന്ന ഓരോ മകനെയും മകളെ കർത്താവ് അങ്ങ് തന്നെ വഴി കാണിച്ചുകൊണ്ട് വഴി കാണിച്ചു മക്കളെ സൗഖ്യപ്പെടുത്തുന്നവേ, വഴി കാണിച്ചു മക്കളെ സാന്ത്വനപ്പെടുത്തുന്നവേ, വലിയ ശക്തി മക്കളെ അടിപ്പെടുന്ന പോലെ ആരാധന. അഭിഷേക നിമിഷങ്ങളിലെ ആദരവോടെയും ആരാധനയോടെയും ദ്വികാരണത്തിൻ്റെ സൗഖ്യദായകമായ ആശീർവാദം ഇപ്പോൾ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി കർത്താവേ സ്തോത്രം ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ കർത്താവേ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ വഴിമുട്ടിയ ജീവിതങ്ങൾക്ക് സൗഖ്യവും സമാധാനവും കർത്താവേ വഴി തുറന്നു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ ധാരാവിധ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ അവിടുത്തെ വചനത്താൽ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ ആശീർവദിക്കുന്ന
രേഖിതരെ ഓർത്ത് നന്ദി പറയുന്നത് കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. സദാരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തൈറോയ്ഡ് രോഗികളെ, എപ്പിലെപ്സി രോഗികളെ അങ്ങ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നത് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.